പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ളന്നുല്ലദീന യഫ്തറൂന അലല്ലാഹ്. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവരുടെ വിചാരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ എന്തായിരിക്കും? തീർച്ചയായും അള്ളാഹു ജനങ്ങളോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു. പക്ഷേ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച് ജീവിക്കുന്നവർ, അങ്ങനെ ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. പിന്നെ അതിൽ വലിയ പ്രധാനമായിട്ട് പുരോഹിതന്മാരാണ്. പലതും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ പൈസ വസൂലാക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പിന്നെ പണ്ടൊരു പ്രവാചകൻ്റെ കാലത്തല്ല, പിന്നെ ഖലീഫമാരുടെ കാലത്തെറ്റാൻ തോന്നുന്നു, ഒരു സഹാബി തന്നെ വത്തക്ക വെക്കുമ്പോൾ പറഞ്ഞു, വത്തക്ക തിന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വത്തക്കൊന്നും ചിലവായിട്ടില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വത്തക്ക തിന്നാൽ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കൂട്ടത്തോടെ വത്തക്ക വാങ്ങുകയും മുഴുവൻ വത്തക്ക ചിലവായി പോവുകയും ചെയ്തു. അപ്പോൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അയാൾ വത്തക്ക ചിലവായി പോകണം. അപ്പം അയാൾ എന്ത് ചെയ്തു, പ്രവാചകൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വാക്കുണ്ടാക്കി പറഞ്ഞു. ശരിക്കും അങ്ങനെ പഴം കഴിച്ച് സ്വർഗത്തിൽ പോകുന്നതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ സ്വർഗത്തിൽ പോകാൻ നല്ലവണ്ണം അധ്വാനിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, നമസ്കാരം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, അവരെ ആചരിക്കണം, വലിയവരെ ബഹുമാനിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. എല്ലാവരും പഴം കഴിച്ചത് കൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോയില്ല. അപ്പം അയാൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി പറഞ്ഞു, അത് നല്ലോണം കച്ചവടം കിട്ടി. ഇത് ഉദാഹരണം. ഇതുപോലൊക്കെ പല വിധത്തിൽ നമ്മുടെ ആധുനിക പുരോഹിതന്മാരും മുമ്പുള്ള പുരോഹിതന്മാരൊക്കെ ഖുർആനിൽ പലതും മറച്ചു വെക്കുകയും ഇല്ലാത്തത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം ജൂതന്മാരൊക്കെ ഒരുപാട് അവരുടെ വേദഗ്രന്ഥങ്ങൾ പലതും മറച്ചു വെച്ച് പലതും ചെയ്തിട്ടുണ്ട്. ആദ്യജാതനായ പുത്രൻ ഇസ്ഹാക്ക് എന്നവർ എഴുതി വെച്ചു. ശരിക്കും ആദ്യജാതനായ പുത്രൻ ഇസ്മായിലാണ്. അതിന് മറിച്ച് ഇസ്ഹാക്ക് എന്നാക്കി വെച്ചാൽ എന്താ കാരണം? അവർക്ക് ഇസ്മായിലിന് ഇഷ്ടമല്ല. ഇസ്മായിൽ നബി എന്ന് വെച്ചാൽ അവർ ഇസ്മായിൽ പറയുന്നത്, നമ്മൾ നബി എന്ന് പറയാം. അപ്പോൾ അവരുടെ ഭാഷയിൽ പറയുമ്പോൾ ഇസ്മായിൽ. അപ്പോൾ ഒരു കറുത്ത സ്ത്രീയിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ്. അവർ കറുത്ത പണ്ടേ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. വെള്ളക്കാർക്ക് കറുത്തവരോട് പുച്ഛമാണല്ലോ. അപ്പോൾ അവർക്ക് വിദ്വേഷമായിരുന്നു ഇസ്മായിലിനോടും അദ്ദേഹത്തിൻ്റെ മാതാവിനോടും. അതുകൊണ്ട് അവർ അക്കാര്യം മറച്ചു വെച്ചു. ഇസ്ഹാക്കിൽ നിന്ന് എഴുതി വെച്ചു. ബൈബിളിൽ ഏതോ ചെറിയ സ്ഥലത്ത് മാത്രമേ ഇസ്മായിൽ നബിയുടെ കാര്യം പറയുന്നുള്ളൂ. മറ്റൊക്കെ അവർ ഇസ്ഹാക്കിനെയാണ് പൊന്തിച്ചു വെച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ പലതും അവർ മാറ്റത്തിൽ വരുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പന്നി മാംസം ഹലാലാക്കി. പിന്നെ അതുപോലെ തന്നെ സാബത്ത് ദിവസത്തെ അവരെന്ത് ചെയ്തു, മാറ്റിമറിച്ചു. തോന്നി മാറി അവരെന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുക. അപ്പോൾ അവരുടെ വിചാരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ എന്തായിരിക്കും? അപ്പോൾ ആകപ്പാടെ മനസ്സിൽ പിടയ്ക്കും അവർക്ക്. കാരണം ഇതൊക്കെ അള്ളാഹു എല്ലാം കാണുന്നവനാണല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ ഒരു സിനിമയിലുണ്ട്, പഞ്ചാബി ഹൗസെറ്റോ എന്ന സിനിമയിൽ ഏറ്റവും ഉണ്ടായിരുന്നു. ഏതാണ് മറ്റു സിനിമ എനിക്കറിയില്ല. ഒരു വ്യക്തി കണ്ണ് കാണുന്നില്ല എന്നുള്ള ധാരണയിൽ ആണ് അവരെന്ത് ചെയ്തു, അവൻ്റെ മുമ്പിൽ വസ്ത്രം മാറുകയും ഒക്കെ ചെയ്തു. പിന്നെയാണ് കുറേ കഴിഞ്ഞപ്പോൾ കണ്ണ് കാഴ്ച ഉണ്ട് എന്ന് പറയും, ആകെ ഒരു വഷളായി പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അള്ളാഹു അവർ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന് ശക്തി ഇല്ല എന്ന് കരുതിയ അള്ളാഹുവിനെ അവർ നേരിൽ കാണുമ്പോഴുള്ള ആ അന്താളിപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അവർ ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴുള്ള അവരുടെ ആ വെല്ലുകടി ആകപ്പാടെ അവർ വിഷണ്ണരായി നിൽക്കും. ഒരു വിചാരം, ഒരു ചിന്ത, മനോഗതികൾ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ തീർച്ചയായും അള്ളാഹു ജനങ്ങളോട് ഔദാര്യം കാണിക്കുന്നവനാക്കുന്നു. പക്ഷേ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് കരുതി നിങ്ങൾ വല്ലാതെ വിഷണ്ണരായ ആ ജീവിതം അവസാനിപ്പിക്കേണ്ടതില്ല. അള്ളാഹു ഔദാര്യം കാണിക്കും. അറിഞ്ഞുകൊണ്ട് അറിയാതെ തെറ്റ് ചെയ്തു പോയ ആൾക്കാരോടൊക്കെ അള്ളാഹു എന്ത് ചെയ്യുന്ന അള്ളാഹു ഔദാര്യം കാണിക്കും. ഇപ്പോൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ, സമ്മർദ്ദം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വത്തക്കയുടെ കാര്യം പറഞ്ഞല്ലോ. അയാളെ സാധനം വിറ്റ് പോവാതെ ഇരിക്കുകയും അദ്ദേഹത്തിൻ്റെ
വീട്ടിൽ കുഞ്ഞുങ്ങൾ പട്ടിണിയാവുമെന്നൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ചില ധാർമ്മികമായ സാഹചര്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ പേടി അള്ളാഹു പുറത്തു കൊടുക്കും. അല്ലാതെ മറ്റു ചില സ്വാർത്ഥ ലാഭങ്ങളും മറ്റുള്ളവർ നശിക്കണം ദുഷിച്ച ചിന്തയുള്ളവരോട് അള്ളാഹു ഒരിക്കലും കൊടുക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ശേഷം അള്ളാഹു പറഞ്ഞ അള്ളാഹു ഔദാര്യം കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞത് ആരോടാണ്? നിഷ്കളങ്കരായ ആളുകൾ. ചില ആൾക്കാർ സാഹചര്യങ്ങൾ സമ്മർദ്ദം കൊണ്ട് തെറ്റുകൾ ചെയ്തു പോകും. ഒരു തുലാഭാരം എന്ന സിനിമയിലുണ്ട്. അതിൽ കുഞ്ഞുങ്ങൾ വിശന്നിട്ട് നിൽക്കക്കല്ലില്ലാതെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കുകയാണ്. അതങ്ങനെ അറ്റത്തെത്തുമ്പോൾ നമ്മൾ മോഷ്ടിച്ചു പോകും. അപ്പം അങ്ങനെയുള്ളതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. എല്ലാവരെയും മോഷണം ഒക്കെ ഉണ്ടല്ലോ. ചില പണക്കാർ സ്ത്രീകളൊക്കെ പെൺകുട്ടികളൊക്കെ മോഷ്ടിക്കുന്നതൊക്കെ ചില സിനിമകളിൽ കാണാറുണ്ട്. സിനിമകളിൽ മാത്രമല്ല ജീവിതത്തിലും കാണാറുണ്ട്. ജീവിതത്തിലുള്ളതാണ് സിനിമയിലുണ്ടാവുക. അപ്പോൾ അതെന്താണ്? അവർക്കൊരു രസമാണ്, മറ്റുള്ളവരെ പറ്റിച്ച് എടുക്കുന്ന ഒരു സുഖം. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ പുറത്തു കൊടുക്കില്ല. അതേസമയം വളരെ കുടുങ്ങിയ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ വല്ലാതെ ഇപ്പോൾ ഒരു വിനോദയാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവരെല്ലാവരും മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് മദ്യപിക്കാതെ യാതൊരു നിവൃത്തിയില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഒരല്പം ഒരു ബിയർ, ഒരു 1/4 ഗ്ലാസ് ബിയർ കഴിച്ച് അവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 1/4 ഗ്ലാസ് ബിയർ കൊണ്ട് കഴിച്ചു. അതിൻ്റെ പേര് അള്ളാഹു പിടിച്ച് നരകത്തിലൊന്നും ഇടില്ല. മറിച്ച് മറ്റെല്ലാ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ പിന്നെ അഹങ്കാരം മൂലം, പിന്നെ മറ്റ് ഭൗതികപ്രേമം മൂലമൊക്കെ സദാസമയവും മദ്യം കഴിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹു ഈ ലോകത്തും പരലോകത്തും ശിക്ഷ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ സലീം കുമാറിൻ്റെ അവസ്ഥ അറിയാമല്ല. അദ്ദേഹം ധാരാളം മദ്യം കഴിക്കുന്നവനായിരുന്നു, പുകവലിക്കുന്ന ആളായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ചിലർ പറയുന്നത് ചായ പോലും കുടിക്കാത്ത ഒരാളായിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും കരൾ രോഗിയായി മരിച്ചു. കരളൊക്കെ മാറ്റിവെച്ചു, എന്നിട്ടും ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ അദ്ദേഹം ആയുർവേദം കാണിച്ചു, രോഗം അധികമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആരോഗ്യത്തിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആയുർവേദം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പിന്നെ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അത് നല്ല ലക്ഷണമാണ്. കരളിൻ്റെ മാലിന്യങ്ങൾ പുറത്ത് കളയുകയാണ്. അപ്പം അതിൽ അദ്ദേഹം പേടിച്ച് വേഗം ആലോപ്പതി കാണിക്കുകയും അങ്ങനെ അവർ കരളൊക്കെ മാറ്റി വെച്ച് എന്നിട്ട് ജീവന് കൂടുതൽ കാലം ജീവിക്കാൻ കഴിഞ്ഞില്ല. ഒരു 5 വർഷമോ 3 വർഷം മറ്റോ ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം മരിച്ചത് ആലോപ്പതി ചികിത്സ മൂലമാണ് മരിച്ചത്. എന്നിട്ട് കുറ്റം മുഴുവനും എന്താണ്? ആയുർവേദക്കാർക്കാണ് കുറ്റം. അപ്പം പറഞ്ഞു വരുന്നത്, കണ്ടമാനം മദ്യപിച്ച് എന്നോടും അള്ളാഹു പുറത്തു കൊടുക്കില്ല. മറിച്ച് പലപ്പോഴും ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം, അറിവില്ലായ്മ മൂലമോ ഒക്കെ കഴിച്ചു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കും. അതാണ് ഇവിടെ അള്ളാഹു ഔദാര്യം കാണിക്കുന്നവനാണെന്ന് പറഞ്ഞത്. പക്ഷെ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. നമ്മിൽ പലരും പല തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. ഉമർ ഖലീഫ തന്നെ കൊലപാതകിയൊക്കെ ആയിരുന്നു. വാളിൻ്റെ മൂർച്ച നോക്കുന്നത് മറ്റുള്ളവരുടെ തോളൊക്കെ വെട്ടിയിട്ടായിരുന്നു, മറ്റുള്ളല്ലെങ്കിൽ അന്യൻ്റെ ആടിനെയൊക്കെ വെട്ടിയിട്ടായിരുന്നു വാളിൻ്റെ മൂർച്ച നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞ വ്യക്തി. പക്ഷേ അള്ളാഹു അദ്ദേഹം പുറത്തു കൊടുത്തു. ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിച്ച വ്യക്തിയാണ് ഉമർ ഖലീഫ. അപ്പോൾ അതാണ്. അപ്പോൾ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ വഹ്ഷി എന്ന വ്യക്തി അള്ളാഹു പുറത്തു കൊടുത്തല്ലോ. കുന്തം പറഞ്ഞ ഹംസാറിനെ കരൾ ചവച്ച് തുപ്പിയ വഹ്ഷി അള്ളാഹു പുറത്തു കൊടുത്തു. കാരണം അത് ജാഹിലിയ കാലത്ത് ചെയ്തു പോയതാണ്. അപ്പോൾ അള്ളാഹു എല്ലാവരോടും ഔദാര്യം കാണിക്കുന്നവനാണ്, കരുണാമയനാണ് എന്നെല്ലാമാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഫാത്തിഹയിൽ തുടക്കത്തിൽ തന്നെ കാരുണ്യവാനുള്ള വാക്ക് 2 തവണ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു എല്ലാം ഔദാര്യം കാണിക്കുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണ്. അങ്ങനെ പുറത്തു കൊടുക്കുന്നവനും ഔദാര്യവാനുമായ അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാനും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.